സാധനങ്ങൾ വിറ്റിട്ട് പോകണില്ല. എല്ലാം കൊടുത്ത് പാല് കൊണ്ടുവന്ന് റോട്ടിൽ ഒഴിക്കുകയാണ്, പച്ചക്കറി എടുത്ത് വലിച്ചെറിയാം. അതെന്തിന്റെ ഇമ്പാക്ട് ആണ്? നോട്ട് പിൻവലിച്ചതിന്റെ ഇമ്പാക്ട് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തകർത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്ത്യ മൻമോഹൻ സിംഗിന്റെ കാലത്ത് വളർച്ചാ നിരക്ക് എത്രയെന്ന് വളർച്ചയില്ല, മുരടിച്ചിരിക്കുന്നു. ഇതൊക്കെ പുറത്ത് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ വർഗീയത അങ്ങനെ പ്രചരിപ്പിച്ച് വിഭാഗീയത പറഞ്ഞ് മുസ്ലിം വിരോധവും ദളിത് വിരോധവും. എന്താ ഇതിന്റെ വിഷയം? പോകാൻ ശ്രീ ശ്യാമങ്ങളുടെ വീട്ടിൽ വന്നപ്പോ അവര് വിശദീകരിച്ചു. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ല ഈ കൊലക്ക്? ഞങ്ങൾ ചോദിച്ചു, ഒരു കാരണം. എന്താ കാരണം? ഈ കുട്ടികള് ഇവിടെ ഇരിക്കുന്ന ആഷിമും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കസിനും അവരെ അസറുദ്ദീനും അവരൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നുമല്ല. അവർക്ക് ജോലി എന്ന് പറയുന്നത് സാധാരണ ജോലിയാണ്, വണ്ടി ഓടിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ എന്ത് സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്നതും അഭിമാനമാണ്. വിയർപ്പൊഴുക്കി അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷെ അവർ ഹൈ ക്വാളിഫൈഡ് ആണ്, വിദ്യാഭ്യാസമുള്ളവരാണ്. അവരെ പത്രക്കാരോട് സംസാരിച്ചു. അവിടെ അസറുദ്ദീൻ സംസാരിച്ചത് നല്ല ഇംഗ്ലീഷിലാണ്, വളരെ 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 ഫ്ലുവൻ്റായി. പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് പോലും ഞങ്ങൾ എടുക്കുമ്പോൾ ഇരുന്ന് മറുപടി പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ജുനൈദിന്റെ സഹോദരനും അവിടെ സംസാരിച്ചു. നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, അധ്വാനിച്ച് ജീവിക്കുന്നവർ. വർഗീയത അവരെ തൊട്ട് തീണ്ടിയിട്ടില്ല. അവർ പറയുന്നത് തന്നെ കേട്ടു കഴിഞ്ഞാൽ പത്രമാധ്യമങ്ങൾ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ബോധ്യം വരും. ഈ രാജ്യത്തെ മതേതര കൂട്ടായ്മ, ഇവിടുത്തെ സെക്യുലർ, ഇവിടുത്തെ ജാതിമത വ്യത്യാസമില്ലാത്ത ആളുകൾ, അങ്ങനെയാണ്. സുബൈറിന്റെ കൂടെ അവർ രാവിലെ പാണക്കാട്ട് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ബഷീർ സാഹിബ്, മോഹൻ സാഹിബ് ഒക്കെ അവിടെ ചെന്നപ്പോഴും ഞാൻ പറയുന്നപ്പോൾ ചോദിച്ചു, ഞങ്ങളൊക്കെ ചോദിച്ചു. വളരെ നല്ല അവരെ ഖുർആൻ മനഃപ്പാഠമാക്കിയ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുടുംബമാണ്. വണ്ടിയിൽ എന്ത് ചെയ്തിട്ടാണ് ഇവരെ കൊന്നത്? ഒരു സംഘം ഗുണ്ടകളും കയറി അപമാനിക്കണം. ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും രാജ്യത്ത് നടക്കുന്ന ഈ സംഭവത്തെ ഓർത്ത് ലജ്ജിച്ച് തലതായിക്കണം. കാരണം എന്താ? വണ്ടിയിൽ കയറിയിട്ടൊന്നുമില്ല. താടി കണ്ടുകൂടാ, തൊപ്പി കണ്ടുകൂടാ, ദളിതന്റെ നിറം കണ്ടുകൂടാ. പണ്ടിവിടെ അങ്ങനെയായിരുന്നു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ലായ്മയും ഈ രാജ്യത്ത് നിലനിന്നപ്പോ വരുമ്പോ വഴിയിൽ കാണാൻ പാടില്ല, തീണ്ടാപ്പാട്, അകലെ നിൽക്കണം, അങ്ങോട്ട് മാറിയിരിക്കട എന്ന് പറഞ്ഞു ഇരുന്നാലും പോരാ. ഇതാണ് നിറത്തിന്റെ പേരിൽ, മതയുടെ പേരിൽ, വേഷത്തിന്റെ പേരിൽ, അടയാളത്തിന്റെ പേരിൽ സിവിലൈസ്ഡ് ലോകത്തിന് സംസ്കാരമുള്ള രാജ്യത്തിന് അപമാനമാണ് BJP സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ. ലജ്ജിച്ച് തലതായ്ക്കണം. ലോകത്തുനിന്ന് പ്രതികരണം ഉണ്ടാവും എന്ന് കരുതിയപ്പോഴാണ് നരേന്ദ്രമോദി അല്പം ഒന്ന് പ്രതികരിച്ചു. അതര വ്യായാമം കൊണ്ട് കാര്യമില്ല. പ്രധാനമന്ത്രി ഒന്ന് പറഞ്ഞു, പക്ഷെ അനുയായികൾ നേതാക്കന്മാർ അവിടെ വേറെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊല്ലണം, വധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പല ഭക്ഷണവും കഴിക്കുന്നവരുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽ എന്റെ സഹപ്രവർത്തകന്മാരൊക്കെ പ്രസംഗിക്കാറുണ്ട്. ഓരോ വിഷയങ്ങൾ അവരൊക്കെ അല്പാൽപമായി പറയുന്നില്ലാതെ ഈ പ്രതിഷേധ കൂട്ടായ്മ ഒരു 6 മണിക്കപ്പുറം നീട്ടി കൊണ്ടുപോകണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവിടെ ഇത് പറഞ്ഞതുപോലെ ഒരു മെസ്സേജ് രാജ്യത്ത് കൊടുക്കുകയാണ്, ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ഇവിടെ ഡൽഹിയിൽ പ്രതിഷേധം നടന്നത് നോട്ട് ഇൻ മൈ നെയിം, അതിന് ലീഡർഷിപ്പ് കൊടുത്ത ആള് തന്നെയാണ് അസറുദ്ദീൻ. അത് ആ യോഗത്തിൽ ഡൽഹിയിൽ പ്രസംഗിച്ച ആളാണ്. അവരൊക്കെ സെക്യുലർ പാർട്ടീസിന്റെ കൂടെ അണിനിരക്കുന്ന എഡ്യൂക്കേറ്റഡ് ആയ ഫാമിലിയാണ്. ആരും ചെല്ലണ്ട ഗതികെട്ടവർ കൂട്ടർ അങ്ങനെയല്ല, വളരെ വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോ ഈ ഗുണ്ടകൾ കയറി തൊപ്പിതായ കാര്യം കണ്ടപ്പോ വിറളി വിളിച്ചു. ഇത് കണ്ടപ്പോ സഹിക്കാൻ വയ്യാതെ വിറളി വിളിച്ച് അങ്ങനെ നടത്തിയ ഒരു കൊലയാണ്. എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത്? തീർച്ചയായും ഇത് വെളിച്ചത്ത് കൊണ്ടുവരാൻ ഞങ്ങള് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 1-2 മെമ്പർമാരെ ഉള്ളൂ, അത് മതി. അത് വെച്ച് ഞങ്ങൾ പോരാടും. ആർക്കും ഒരു സംശയമില്ല. ഇതിനു മുമ്പ് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ സാഹിബും സാഹിബും അതുപോലെയുള്ള നേതാക്കന്മാരും CHും ഒക്കെ ഇരുന്ന സമയത്ത് ശ്രദ്ധേയമായ ഇഷ്യൂസ് വന്നപ്പോ പാർലമെന്റിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ അവർ പെരുമാറിയിട്ടുണ്ട്. രാജ്യം അത് ശ്രദ്ധിച്ചിട്ടുണ്ട്.
അതേപോലെ മതേതര കക്ഷികൾ ഈ വിഷയത്തിൽ അവഗണന പാടില്ല. കൂട്ടായ്മ ഇവിടെ ഇതിനെതിരായി പ്രതികരിക്കണം. ഇതിനെതിരായി പ്രതികരിക്കുകയും രാജ്യത്തിന്റെ വ്യക്തിത്വം നിലനിർത്തണം. അല്ലെങ്കിൽ രാജ്യം ഉണ്ടാവില്ല. നിങ്ങളാരും നമ്മൾ വെറുതെ പറയുന്നതല്ല. ഓരോരുത്തർ ഓരോ ജാതി മടിയും കൂടി എടുത്തിറങ്ങിയ ഇന്ത്യ അവിടെ ഉണ്ടാവുന്നില്ല. ഓരോ ഭാഷക്കാർ, ഓരോ സർക്കാർ എല്ലാവരും കൂടി മടിയും കൂടി അവരതിനാണ് ഇവർ പ്രേരിപ്പിക്കുന്നത്. ചിഹ്ന ഭിന്നമാക്കാനുള്ള പ്രേരണ കൊടുക്കുകയാണ് സംഘപരിവാർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതാവാം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതായിക്കൂടെ എന്ന് ഓരോ വിഭാഗം, ഓരോ ജാതിക്കാർ ഇന്ത്യയിൽ ചിന്തിക്കാൻ തുടങ്ങും. ഇവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി അതുപോലെ എല്ലാ വിഭാഗം ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് പേര് പോലും തെരഞ്ഞെടുപ്പിൽ UP ഒരു മുസ്ലിമിനെ കൊടുത്തില്ല. അവർക്ക് ചിലപ്പോൾ കാൻഡിഡേറ്റായി വേണ്ടായിരിക്കും, പക്ഷെ അവര് അതിന്റെ മെസ്സേജ് അതാണ് പ്രധാനം. നിങ്ങളെ വേണ്ട എന്ന് ദളിതരോടും മൈനോറിറ്റിയോടും പ്രഖ്യാപിച്ചു പോകുന്ന ഒരു നിലപാടാണ് ഇന്ത്യയിലുള്ളത്. അത് നടക്കില്ല. ഈ രാജ്യത്തിന്റെ നൂറ്റാണ്ടുകളായിട്ടുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ അതവർക്ക് ബോധ്യവും. ചരിത്രം അറിയാത്ത പോക്കുണ്ടല്ലോ, അത് ഈ രാജ്യത്ത് ഒരിക്കലും തന്നെ ആ പ്രയാണം സാധ്യമല്ല. അതിന് തടയിടാൻ ഈ രാജ്യത്താളുണ്ട്. അതിന് പ്രതികരണം കൊണ്ടുവരാൻ ഈ രാജ്യത്താളുണ്ട്. അതിന്റെ തുടക്കമാണ് ഇന്ന് ഈ കടപ്പുറത്ത് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ചെന്നൈയിലുണ്ട്, ബോംബെയിലുണ്ട്, ഞങ്ങൾ അങ്ങനെ കൽക്കട്ടയിലുണ്ട്. എല്ലാ സ്ഥലത്തും പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കും. അതുപോലെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ ആവശ്യമുണ്ട്. മീഡിയ ക്യാമ്പയിന് വരും, ഒരു സംശയം വേണ്ട. മീഡിയ സ്വാതന്ത്ര്യം അതൊക്കെ പോവും ഫാസിസ്റ്റുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയിൽ ഞാൻ ഇങ്ങനെ പങ്കെടുക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുകയാണ്. ഇവിടെ തങ്ങൾ പ്രാർത്ഥിച്ചു, ജുനൈദിന്റെ കുടുംബത്തിന് വേണ്ടി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. അതൊരു വലിയ ത്യാഗമാണ്. ഇന്ത്യയിൽ ഈ അന്യായത്തിനെതിരെ അത് തീജ്വാലായി വളർന്നു വരുന്നുവെങ്കിൽ അതിന്റെ മുഴുവൻ ഗുണവും പരലോകത്ത് നാളെ ജുനൈദിന് ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും പ്രാർത്ഥനാപൂർവമായ ഈ ചടങ്ങിൽ രണ്ട് സുപ്രധാനമായ വ്യക്തികൾ നമ്മോടൊപ്പം നീറുന്ന ഹൃദയവുമായി ഹരിയാനയുടെ മണ്ണിൽ നിന്ന് ഈ ചടങ്ങിലെത്തിയിട്ടുണ്ട്. കാബാലിക സംഘപരിവാർ കൊടും ക്രിമിനലുകൾ നിഷ്ഠൂരമായി കൊല ചെയ്ത ഷഹീദ് ജുനൈദിന്റെ അഭിമന്യ സഹോദരൻ മുഹമ്മദ് ഹാഷിം, ഷഹീദ് ജുനൈദിന്റെ സുഹൃത്തും ദേശീയ ശ്രദ്ധയാകർഷിച്ച നോട്ട് ഇൻ മൈ ക്യാമ്പയിന്റെ പ്രമുഖ പ്രചാരണമായിട്ടുള്ള മുഹമ്മദ് അസറുദ്ദീൻ. ഷഹീദ് ജുനൈദിന്റെ സഹോദരൻ ഹാഷിം സംസാരിക്കുന്നതിന് മുമ്പായി ഈ സംഗമത്തിൽ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ഷഹീദ് ജുനൈദിന്റെ സുഹൃത്തും ദേശീയ ശ്രദ്ധയാകർഷിച്ച നോട്ട് ഇൻ മൈ ക്യാമ്പയിന്റെ പ്രചാരകനുമായിട്ടുള്ള മുഹമ്മദ് അസറുദ്ദീനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നതിനായി മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ കൗൺസിൽ അംഗം ഷിബു മീരാനെയും ക്ഷണിക്കുന്നു. We would like to invite respected Muhammad Azharuddin. He is the one of the close friend of Shahid Junaid, belonging to Vallabhgarh, Haryana. Respected Honorable Sayyid Haider Ali Sahib Thangal, CIUML President, PK Kunjali Gutti MD, All India General Secretary, and all other ladies and gentlemen present here. जैसा कि आप लोगों को बता दिया गया है कि जिस तरीके से जुनैद के साथ एक आइडेंटिटी अटैक किया गया था, वो एक आइडेंटिटी अटैक था क्योंकि कुछ फासिस्ट फोर्सेस देश के अंदर 1907 से जंग लेकर रह रही हैं, जो कि माइनॉरिटीज़ को ख़ास तौर से टारगेट पर ले रही हैं. ജുനൈദിനെതിരെ ഉണ്ടായത് ഒരു സ്വത്വപരമായ ആക്രമണമായിരുന്നു. 1907 മുതൽ ഈ രാജ്യത്ത് ശക്തിപ്പെട്ടു വരുന്ന ഫാസിസ്റ്റ് ശക്തികളാണ് ആ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത്. इस इंसिडेंट से ये साफ
इन फासिस्ट फोर्सेस की जो इंटेंशन है वो ये साफ हो चुकी है कि ये नहीं चाहते कि कोई अपने मजहब पर आज़ादी के साथ इस देश के अंदर सीना तान कर रह सके। यही इनकी बुक आरएसएस जो कि लिखी गई केवी हेडगुड के जरिए बंच ऑफ थॉट्स एंड नेशन एट डिफाइन के नाम से, जिस पेज नंबर 25 और 27 पर इन लोगों ने ये लिख रखा है कि हिंदुस्तान में मुसलमानों को रहना है तो इनके रहम करम पर रहना होगा, लेकिन ये चीज़ नहीं होने वाली। इस इंसिडेंट के बाद इन्होंने हमें जागने का मौका दिया है, लेकिन हम आगे से इस तरह के इंसिडेंट पर बिल्कुल, इस तरह के किसी भी इंसिडेंट को, चाहे वो किसी भी कम्युनिटी के बच्चे के ऊपर हो, चाहे हिंदू के ऊपर हो, मुस्लिम के ऊपर हो, सिख के ऊपर हो, ईसाई के ऊपर हो, हम इस तरह के इंसिडेंट को बिल्कुल टॉलरेट नहीं करेंगे। ഈ രാജ്യത്ത് മതവിശ്വാസ പ്രകാരം ആളുകളെ ജീവിക്കാൻ അനുവദിക്കാത്ത ഫാസിസ്റ്റ് ശക്തികൾ വളർന്നു വരികയാണ്. ഇത്തരത്തിൽ മതവിശ്വാസത്തിന്റെ പേരിൽ ആളുകൾ ആക്രമിക്കപ്പെടുന്നത് മുസ്ലിങ്ങൾക്കെതിരെയായാലും ഹിന്ദുക്കൾക്കെതിരെയായാലും മറ്റേത് മതവിശ്വാസങ്ങൾക്കെതിരെയായാലും അതൊക്കെ തെറ്റാണ് എന്ന് കരുതുന്ന ഒരു രാഷ്ട്രീയം ശക്തിപ്പെട്ടു വരേണ്ടതുണ്ട്. जो डेलीगेशन भेजा गया था केरला से, पन्नागढ़ से हैदर अली साहब ठांगल के जरिए, एमपी के कुंजालेकुट्टी एमपी साहब के जरिए, उस डेलीगेशन में थे ईटी मोहम्मद बशीर एमपी साहब, पीवी अब्दुल वहाब एमपी साहब, एनसी के जुबैर साहब। इस डेलीगेशन ने इस इंसिडेंट के बाद, क्योंकि पिछले कुछ दिनों से जो इंसिडेंट हो रहे थे, खासतौर से पिछले 3 या 4 साल से, और जो टारगेट बनाया जा रहा था माइनॉरिटीज को, उसके बाद हम बिल्कुल खामोश बैठे हुए थे, लेकिन इस डेलीगेशन ने हमें एक उम्मीद की किरण जगाई कि नहीं, तुम्हारे साथ पूरी केरला की इंडियन यूनियन मुस्लिम लीग साथ खड़ी है। ഇത്തരമൊരു അക്രമത്തിന് ശേഷം എന്ത് ചെയ്യുമെന്നറിയാതെ ഭയവിഹുലരായിരിക്കുമ്പോഴാണ് പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് പി കെ കുഞ്ഞാലിക്കുട്ടി എംപിയും നിയോഗിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി സംഘം ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ ആത്മധൈര്യം വീണ്ടെടുത്തത്. इस इंसिडेंट के होने के बाद हाशिम को सिक्योरिटी रीजंस की वजह से बिल्कुल घर से बाहर नहीं भेजा गया, लेकिन जब ये डेलीगेशन इनके फादर से बातचीत करने के बाद लौटा तो उनके फादर ने मुझसे पर्सनली बात की और ये कहा कि वो इतने अच्छे लोग थे कि वो मेरे पास आए और रोने लगे। उन्होंने, उनके अंदर कौम का दर्द है, उनके अंदर हिंदुस्तान की हिंदू मुस्लिम यूनिटी का दर्द है, और वो चाहते हैं कि हिंदुस्तान के अंदर हिंदू मुस्लिम एक साथ मिलकर इसी तरह रहे जिस तरह जंग आज़ादी से पहले हिंदुस्तानी और इनके बाप दादाओं को हिंदुस्तान से निकाल कर भगा दिया था। इसी तरह इस फासिस्ट फोर्सेस को इंशाल्लाह एक न एक दिन इस हिंदुस्तान से निकाल कर भगाना पड़ेगा। ഈ സംഭവത്തിന് ശേഷം ജുനൈദിന്റെ പിതാവ് ഞങ്ങളെ ആരെയും വീട് വിട്ടു പോകാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി സംഘം വന്നപ്പോൾ, ഞങ്ങളുടെ കഥകൾ കേട്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ, ഞങ്ങളുടെ പിതാവ് ഞങ്ങളോട് പറഞ്ഞത്, ഇവരെ സമുദായത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു സംഘമാണ്, ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിം ഐക്യം പുറത്തു കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഘമാണ്. ഇത്തരമൊരു ശക്തിക്ക് മാത്രമേ ഈ ഫാസിസ്റ്റ് ശക്തിയെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്ന് ഞങ്ങളുടെ പിതാവ് ഞങ്ങളോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. मैं प्रेजेंट गवर्नमेंट के शहंशाह से कहना चाहता हूँ, अगर आपको डेवलपमेंट देखना है, अगर आपको सेक्युलर डेवलपमेंट देखना तो आप केरला से देखिए। गुजरात डेवलपमेंट का नाम लेकर आपने लोगों को बेवकूफ बनाया और आपने एक आइडियोलॉजी को पसंद करते हुए माइनॉरिटीज को निशाना बनाकर अपनी इंटेंशन क्लियर कर दी, जिसकी इंटेंशन को लेकर बहुत से लोग शायद नहीं जानते थे और कहते थे नहीं साहब बहुत अच्छा काम करेंगे, लेकिन साथ में शमशान और कब्रिस्तान की इलेक्शन के टाइम पर यूपी के दौरान बात करते हुए ये अपनी इंटेंशन क्लियर कर दी कि हम शमशान हिंदुस्तान को शमशान और कब्रिस्तान बनाने के लिए आए हैं। നിങ്ങൾ മതേതരത്വത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ വികസനം എന്തെന്ന് കാണണമെങ്കിൽ ഇനി നിങ്ങൾ കേരളത്തിലേക്ക് പോവുക എന്ന് ഞാൻ ഈ ലോകത്തോട് അഭിമാനത്തോടു കൂടി പറയും. നിങ്ങൾ ഉയർത്തിപ്പിടിച്ച ഗുജറാത്തിന്റെ വികസന സങ്കല്പം എന്നത് തെറ്റായിരുന്നു. ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ ശ്മശാനങ്ങളുടെയും ഖബർസ്ഥാനുകളുടെയും കഥ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ വോട്ട് വാങ്ങിയത്. जितने भी पॉलिटिकल पार्टी और सियासी लीडर्स वहां पहुंचे थे, उन तमाम को ऑब्जर्व करने के बाद हमें जो उम्मीद की किरण जगी, वो इंडियन यूनियन मुस्लिम लीग से जगी कि वो इस हक की आवाज को उठाएंगे, क्योंकि उनके साथ इंटेंशन है कि हिंदुस्तान में किसी भी तरह की एट्रोसिटीज नहीं होनी चाहिए, चाहे वो सामने वाला किसी भी मजहब को मानने वाला हो, किसी भी कास्ट से हो, किसी भी रिलीजन से हो, इस तरह की एट्रोसिटी बिल्कुल रुकनी चाहिए। इसी डेलीगेशन को भेजते हुए, इस इंटेंशन को लेते हुए डेलीगेशन हमारे पास गया था
और जुनैद के फादर ने उसका खैर मकदम किया, स्वागत किया और एक उम्मीद की किरण, और यहीं से एक उम्मीद की किरण उठेगी और इंशाल्लाह हिंदुस्तान के मुख्तलिफ स्टेट से गुजरते हुए जंतर मंतर पर प्रोटेस्ट करेंगे 18 तारीख को।